നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വിവിധ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്നും വരും ദിവസങ്ങളിലും നിരവധി ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാൽ സംസ്ഥാനത്ത് മോശം കാലാവസ്ഥ തുടരുകയാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിലും പ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ മാറ്റമുണ്ട്. ഇന്നലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അണക്കെട്ടിൽ ജലനിരപ്പ് 128.2 അടിയാണ്. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. അതിനാൽ തന്നെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് 1190 ക്യൂസെക്സ് വെള്ളം എത്തുന്നുണ്ട്. 1622 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകിവിടുകയും ചെയ്യുന്നുണ്ട്. വൈഗ അണക്കെട്ടിലെ ജലനിരപ്പ് 60.37 അടിയാണ്. വൈഗ അണക്കെട്ടിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് 929 ക്യൂസെക്സും പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് 69 ക്യൂസെക്സുമാണ്. വൈഗ അണക്കെട്ടിലെ പരമാവധി ജലനിരപ്പ് 71 അടിയും മുല്ലപ്പെരിയാറിലെ അനുവദനീയമായ ജലനിരപ്പ് 142 അടിയുമാണ്. ശനിയാഴ്ച രാവിലെ വരെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. പെരിയാറിൽ 49 മില്ലിമീറ്റർ മഴയും തേക്കടി 16.4 മില്ലിമീറ്ററും മഴ ലഭിച്ചു. വീരപാണ്ടി 5.2 മില്ലിമീറ്ററും വൈഗ അണക്കെട്ടിൽ 2ഉം സോത്തുപാറയിൽ 2ഉം ഷൺമുഖ നദി 1.4, ഗൂഡല്ലൂർ 0.8 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. മഴ ശക്തമായി തുടരുന്നതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നേക്കും. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയാണ് ലഭിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ജില്ലയിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. മെയ് മാസം അവസാനം പെയ്ത ശക്തമായ മഴയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു. ജലനിരപ്പ് 121.6 അടിയായി ഉയർന്നതോടെ നിരീക്ഷണം നടത്തിയിരുന്നു. മുൻകരുതലിന്റെ ഭാഗമായി നദീതീരങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു.